ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ഓഫ് മാരേജ് ആണ്. കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ മേക്കപ്പൊക്കെ എങ്ങനെയുണ്ട്? സുന്ദരിയായിട്ടുള്ള നമ്മളെ മൈവാനത്തിൽ തന്നെയാണ് കേട്ടോ പോണത്. കണ്ടില്ല, ഒരു ചെക്കൻ പിയാപ്പിള ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണേ. മൂപ്പർ സുന്നത്ത് കല്യാണത്തിൻ്റെ പിയാപ്പിള ഡ്രസ്സാണ് ഡ്രസ്സിൽ കാണാൻ. ബാക്കിയുള്ള ആൾക്കാരെ പെരുന്നാൾക്കാർ ഡ്രസ്സാട്ടെ. പിന്നെ നമ്മൾ കുറേ പടകളെ കൂടുതൽ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് മാഞ്ഞാള കൊഞ്ചി. പിന്നെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തേക്ക് പോയി. കാരണം 10 മണിയാകുമ്പോൾ നിൽക്കാതെ തുടങ്ങുമെന്ന് പറഞ്ഞു. പക്ഷേ ഓല നമ്മളെ പറ്റിച്ച് വയസ്സ്. നമ്മൾ 9:30 അവിടെ എത്തി. സൂപ്പർ. നമ്മൾ കുറച്ച് നേരത്തായിപ്പോയി. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തായിപ്പോയി. ആരുമില്ല. ഇനി കല്യാണ പെണ്ണിൻ്റെ പിമ്മി മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് എന്താ പറയുക, കസിൻസൊക്കെ വന്നു കേട്ടോ. പിന്നെ ഓല സെറ്റ് ആക്കണമല്ലോ. ഇനി വെൽക്കം ഡ്രിങ്ക് പോലും കിട്ടിയില്ല. കണ്ടില്ലേ, നെസ്രീൻ. ഓളെ നമ്മൾ നെസ്രീൻ എന്നാണ് വിളിക്കല്. ഓളെ പേര് ഫുള്ള് എനിക്കറിയില്ല. ഇതാണ് നമ്മളെ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തതൊക്കെ കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മൾ കുറേ സ്റ്റേജുമ്പോൾ കയറിയുന്ന ഫോട്ടോസ് എടുത്തോ, വീഡിയോസ് എടുത്തോ. പിന്നെ നമ്മൾ അങ്ങോട്ട് കയ്യേറിയ നമ്മൾ കയ്യേറി എന്ന് പറഞ്ഞാൽ കയ്യേറി. പിന്നെ നമ്മളെ കുറേ കസിൻ പോലൊക്കെ വന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ ചെക്കൻ വന്നിട്ടോ. പിന്നെ ചെക്കൻ വന്നപ്പോൾ നമ്മൾ സ്റ്റേജ് വിട്ടുകൊടുത്തു. പാവല്ലേ, നിക്കാ കഴിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെക്കന് വന്ന് വലിയ സെറ്റപ്പിൽ വരുമെന്ന് വിചാരിച്ചിട്ട് ഒരു പാട്ടൊന്നും കൂത്തൊന്നും അല്ലായിരുന്നു ഗൈസ്. വെറുതെ വന്നു പോയിട്ട് വെറുതെ പോയി സ്റ്റേജിൽ കയറിയിരുന്നു. അങ്ങനെ നിക്കാഹ് സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ നിക്കാഹ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെണ്ണപ്പം അങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ പെണ്ണിനെ കണ്ടിട്ട് വരാറ് നമ്മൾ മുകളിലേക്ക് പോയി കേട്ടോ. അങ്ങനെ പെണ്ണിനെ കണ്ട് അതൊന്നും ഞാൻ അതിൽ കാണിച്ചില്ലേ വേറെ. പിന്നെ നിക്കാഹ് കഴിഞ്ഞ് മാറ് ഒക്കെ പറഞ്ഞ് അൽ നിക്കാഹ് അതന്നെ അൽ നിക്കാഹ്. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് ഓരെന്തോ ഒരു ഇത് കഴിഞ്ഞിട്ട് ചെക്കൻ പെണ്ണിന് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം ഡാൻസസിൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ വ്യാപ്പക്ക് വെള്ളം കുടിക്കണം. ഈ നിൽക്കണ വ്യാപ്പക്ക് അങ്ങനെ വെള്ളം കൊടുക്കാൻ പോയി. വെള്ളം കൊടുത്ത് നമ്മൾ വന്നിട്ടും പെണ്ണ് വന്നിട്ടില്ല ഗൈസ് സ്റ്റേജിൽ. പിന്നെ നമ്മൾ കുറേ മൊളാളിട്ട പരിപാടി. മുത്തച്ചി പിന്നെ അതിൻ്റെ കസിൻസാണ്. അപ്പുറത്തേക്ക് എൻ്റെ വേറൊരു മുത്തച്ചിയാണ്. നമ്മളെല്ലാവരും സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ പെണ്ണ് വന്നു ഗൈസ്. ഒപ്പനയോട് കൂടിയാണ് പെണ്ണ് സ്റ്റേജിലേക്ക് വരുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്താ അറിയില്ലല്ലോ, പോകണ്ടേ നീ ഫോക്ക് ഇപ്പം വരും, കണ്ടോളൂ. ആ ഒപ്പനക്കാരൻ അങ്ങോട്ട് പോയാൽ അവിടെ ഒരു പുകമയം വരുന്നുണ്ട്. പുകമയം നല്ല വിറ്റേന്. അതിൻ്റെ ഇടയിൽ ആ പുകൻ്റെ കുട ആരോ തള്ളിയിട്ട് മതിയാർക്കത് റെഡിയായില്ല. നമുക്ക് നല്ല ദേഷ്യം പിടിച്ചിരിക്കണം എന്തായാലും. പിന്നെ പുകയൊക്കെ വന്നപ്പോൾ ഒരു സാറേനി, ഒരു ചോറേനി, ഒപ്പനയും പാട്ടും ഒക്കെ ഉണ്ടായിനി കേട്ടോ. പിന്നെ ഓളെ സ്റ്റേജ് മേൽ കയറ്റി ഓളപ്പ ഓൻ്റെ കൈ ഏൽപ്പിച്ച് കൊടുത്തു. നീ ജായിക്കോ, ഞാൻ അറിയില്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ. ഓളെ സ്റ്റേജ് കയറ്റി അവളെ കൈ കൊടുത്ത്. പിന്നെ ഓല കുറേ പോസിങ്, ഓല മറ്റത് ഓലത് ഇതൊക്കെ. പിന്നെ കുറേ മൊണാലിട്ട പോലെ ആ കൈ കൊട്ടണതിലൊക്കെ ഞാൻ ഉണ്ടായി. ലാസ്റ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഇറങ്ങിപ്പോകുന്നതാണ് ഗൈസ്. അങ്ങനെ ഓല പരിപാടി കഴിഞ്ഞ് ചെക്കന് പോയിനി കേട്ടോ. ചെക്കൻ പോയതിൻ്റെ ശേഷമാണോ എന്നറിയില്ല. നമ്മളെ വല്ലാണ്ട് എന്താ പറയുക, ഒരു 12 മണി കഴിഞ്ഞ് നിൽക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ 11:30 ആയിരുന്നു തോന്നുന്നു നിൽക്കാൻ കഴിഞ്ഞിട്ട്. അപ്പോൾ 12 മണി ആയപ്പോൾ ചെക്കൻ പോയി. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ പറയുക, ഫുഡ് കഴിക്കാൻ പോയി വന്നപ്പോത്തിന് ചെക്കന് പോയി. പിന്നെ നമ്മൾ ആദ്യം നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര തിരക്കവിടെ ഫോട്ടോ എടുക്കണം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോഴത്തേനും ചെക്കനും പോയി. ചിക്കൻ ബിരിയാണി, പിന്നെന്തോ ബീഫ് ഹൈദരാബാദി അങ്ങനെ എന്തോ. പിന്നെ നമ്മളെ വന്ന ഫോട്ടോ എടുത്ത്. അപ്പം പിന്നെ രണ്ടാമത്തെ വട്ടവും ചെക്കൻ വന്നു. ഒരു 3 മണി ആയപ്പോൾ ചെക്കൻ വന്ന് പെണ്ണിനെ കൂട്ടാൻ. അപ്പം പെണ്ണിൻ്റെ ഡാൻസ് കഴിഞ്ഞു. അപ്പോഴും ചെക്കൻ പോസ്റ്റ് പെണ്ണ് മാറ്റി കഴിഞ്ഞില്ല. കാരണം ഒരു കഴിഞ്ഞാൽ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഇടണമല്ലോ. അപ്പം അതിനായിട്ട് പെണ്ണ് വന്ന് അതിൻ്റെ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ വീഡിയോ ഓഫായിപ്പോയി. എടുത്തിന്, പക്ഷെ അതിൻ്റെ വീഡിയോ നെഞ്ഞില്ല. എൻ്റെ മാത്രം തെറ്റാണ്. അങ്ങനെ ഓല് ഫോട്ടോസും മഹറിട്ടത് അപ്പോഴാണ്. അങ്ങനെ മഹറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പൂത്തിരിയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ കത്തുമായിരിക്കും. കത്തി അത് കണ്ടിട്ട് കുട്ടി പേടിച്ചോടി. നല്ല വിറ്റിനിയപ്പം. അങ്ങനെ മഹറിട്ട് ഉഷാറായി. പിന്നെ നമ്മൾ ഓലെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. പിന്നെ ഇപ്പം എന്താ പ്രത്യേകിച്ച്, പിന്നെ ഒന്നുമില്ലേ. ഫോഗ് കണ്ടില്ലേ, ഫോഗ് എങ്ങനെയുണ്ടാ. പിന്നെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു നമ്മളെ വണ്ടി വരാൻ, നമ്മളെ ബസ് വരാൻ. അമ്മക്ക് പുതുക്കം പോണ്ടേ,
അമ്മക്ക് എന്ത് പെണ്ണ് എന്ത് പുയ്യാപ്പള, നമുക്ക് കല്യാണത്തിന് വന്ന ഫുഡ് ആൻഡ് പുതുക്കം പോക്ക് ആൻഡ് ചാടിക്കളി. അങ്ങനെ നമ്മളെ ബസ്സിൽ കയറി ചാടി കളിക്കാൻ വേണ്ടിയിട്ട് ബേക്കിൽ തന്നെ പോയിരുന്ന്, പിന്നെ ബേക്കിൽ തന്നെ വന്നിരുന്ന്. നിൻ്റെ പ്രായത്തിലുള്ള കസിൻസൊന്നും അങ്ങനെ ഇല്ലേനി, മുത്തിച്ചോളൊന്നും ഇല്ലേനി. എന്നാലും ഞാൻ എൻ്റെ മുത്തിച്ചോള മക്കളെ കൂട്ടിൽ തുള്ളി ചാടി. അങ്ങനെ അവിടെ എത്തി. അവിടുത്തെ ഫുഡാണ് ഗൈസ്. പത്തില് കുറുമ, ബീഫ് ഫ്രൈ, പൊറോട്ട. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മളെ ഹോളിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് നമ്മളെ വീട്ടിലേക്ക് പോയി ഗൈസ്. ഐ മീൻസ് മുണ്ടിയങ്കാവ് ആണ് ഓല വീട്, പക്ഷെ നമ്മളെ കള്ളുണ്ടിക്ക് പോയി. അത്താണിക്കൽ കഴിഞ്ഞ് നമ്മൾ കല്യാണത്തിന് എന്നപ്പം, പക്ഷെ നമ്മൾ നേരെ തിരിച്ച് നമ്മളെ ലഗേജ് ആയിട്ട് കള്ളുണ്ടിക്ക് പോയി. അപ്പം ഇത്ര ഉള്ളു ഗൈസ്. വല്ലാത്തൊരു ഡേ ആയിരുന്നില്ലേ. അപ്പം ഓക്കെ, ബൈ, ടാറ്റാ.